ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. കല്ലറയ്ക്ക് കാവൽ. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ഫിലിപ്പോസിൻ്റെ അടുക്കൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3 ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്തുവാൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി. കല്ലറ ഭദ്രമായി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ കല്ലറയ്ക്ക് കാവൽ. ഈശോ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പീലാത്തോസിൻ്റെ അടുത്ത് പോയി ആവശ്യപ്പെട്ടു കല്ലറയ്ക്ക് കാവൽ നിൽക്കുവാൻ. അങ്ങനെ അവർ യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തി. കല്ലിന് മുദ്ര കുത്തി കാവൽ ഭടന്മാരെ നിർത്തി. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നവർ വ്യക്തമായി പറഞ്ഞു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഭടന്മാർ ഉണ്ടായിട്ടും യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ദുഃഖശനിയാഴ്ച ഇന്ന് പുത്തൻ തീയും പുത്തൻ വെള്ളവും ദേവാലയത്തിൽ നിന്ന് ആശീർവദിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് എല്ലാവരും കൊണ്ടുവരുന്നു. പുതിയ ഒരു സൃഷ്ടിയുടെ രൂപം പ്രകാശപൂരിതമാക്കുവാൻ നാം ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ വരുന്ന ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കുക, യേശുവിൻ്റെ ശവകുടീരത്തിന് കാവൽ ഭടന്മാരെ ഏൽപ്പിച്ചതുപോലെ ഈശോയെ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും നാം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന മക്കളായി തീരുക. യേശുവിൻ്റെ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഒരു മെഴുകുതിരി പോലെ ഉരുകി തീരുവാൻ ഈശോയെ എന്നെയും ഈ ലോകമെമ്പാടുമുള്ള മക്കളെയും അങ്ങ് അനുവദിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും എല്ലാം പൊറുത്ത് യേശുവിൻ്റെ മക്കളായി തീരുവാൻ, ലോകത്തിന് പ്രകാശപൂരിതമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ ഞങ്ങളെ അനുവദിക്കണമേ. എല്ലാവർക്കും ദുഃഖശനിയുടെ വരാനിരിക്കുന്ന ഉയർപ്പിനെ നമ്മൾ സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.